നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വോട്ടും കട്ടലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മുതിർന്ന CPM നേതാവും ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട CPMൻ്റെ മുഖവുമായിട്ടുള്ള ജി സുധാകരൻ ഇന്ന് അവിടെ നിന്ന് പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ, അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ ഒരു ഘട്ടത്തിൽ CPMനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും ചർച്ചയ്ക്ക് വകയുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പലതരത്തിലുള്ള അനുരണനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ എന്താണ്, എങ്ങനെയാണത് ബാധിക്കുക? അത് CPMനെ ആയാലും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് സുധാകരൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്കൊപ്പം സുജി ചന്ദ്രനും ആസിഫ് മുഹമ്മദും ഉണ്ട്. ആദ്യം സുജി ചന്ദ്രനിലേക്ക്. ഇത് എന്തൊക്കെ പറഞ്ഞാലും CPMനെ സംബന്ധിച്ച് അത്ര സുഖകരമല്ലാത്ത, അല്ലെങ്കിൽ ആവശ്യമായിരുന്നില്ല എന്ന് തോന്നുന്നൊരു തീരുമാനമായിരിക്കുമല്ലോ ജി സുധാകരൻ്റെ ഇന്നത്തെ നീക്കം. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കത്തെ, അല്ലെങ്കിൽ ഇന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? 2022 75 വയസ്സ് തികഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്ക് ഇനി തുടർന്ന് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മാറിയ മറ്റ് നേതാക്കൾ പലരുമുണ്ട്. ഇപ്പോൾ AK ബാലൻ ഇന്ന് പ്രതികരിച്ച ഒരാളായിരുന്നു, MM മണി പ്രതികരിച്ച മറ്റൊരാളായിരുന്നു. ഇവരൊക്കെ പാർട്ടിയിൽ ഇപ്പോഴും സജീവമാണ്. അവർക്ക് വേണ്ടത്ര ബഹുമാനങ്ങൾ, സ്നേഹബഹുമാനങ്ങൾ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ അവരുടെ ഗൈഡൻസ് പലപ്പോഴും സംഘടനയും പാർട്ടിയും ഒക്കെ തേടാറുമുണ്ട്, നേതാക്കളും ഒക്കെ തേടാറുമുണ്ട്. സുധാകരന് സംഭവിച്ചത് കഴിഞ്ഞ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് സുധാകരനും പാർട്ടിയും വിഭിന്ന ധ്രുവങ്ങളിലായിരുന്നു. അങ്ങേയറ്റം യുദ്ധപ്രഖ്യാപനം പോലെയായിരുന്നു ആലപ്പുഴയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആലപ്പുഴ DYFI പ്രവർത്തകരുമായിട്ട് നേർക്കുനേർ യുദ്ധമായിരുന്നു. നേർക്കുനേർ യുദ്ധവും സൈബർ യുദ്ധവും വാക്യുദ്ധവും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റ് നേതാക്കളുമായിട്ടൊക്കെ തന്നെ, ഇപ്പോൾ HSLAM ആണെങ്കിലും നാസറാണെങ്കിലും സജി ചെറിയാനാണെങ്കിലും ഐസക് ആണെങ്കിലും ഇവരൊക്കെയുമായിട്ടും ജി സുധാകരന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച ഒരു വിരോധവും മറ്റുമല്ല. അല്ലെങ്കിൽ ഈ അദ്ദേഹത്തോടൊപ്പം പാർട്ടിയിൽ ബ്രാഞ്ചിലേക്ക് പ്രവർത്തനം മാറ്റിയ ആൾക്കാർ വീണ്ടും പാർട്ടിയുടെ വക്താക്കൾ എന്ന പോലെയൊക്കെ തന്നെ നിൽക്കുമ്പോൾ സുധാകരൻ മാത്രം എപ്പോഴും അദ്ദേഹം തിരസ്കൃതനാണെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് മാറുന്നു. അതിനപ്പുറം പാർട്ടിക്ക് അദ്ദേഹത്തോടൊരു അവേർഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. അതിന് പല കാരണങ്ങൾ അവിടെയുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളോ ആശയപരമായ അപഭ്രംശങ്ങളോ ഒന്നുമില്ലാതെയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇഗോയിസ്റ്റിക് പ്രശ്നം മാത്രമാണ്. എന്നെ നോക്കി സംസ്ഥാന സെക്രട്ടറി കളിയാക്കി, എന്നെ സജി ചെറിയാൻ കളിയാക്കി, അല്ലെങ്കിൽ ഏതോ ഒരു ഏരിയ കമ്മിറ്റി അംഗം എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്നൊക്കെ. 1960 മുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾ ഇത്രയും കനൽപാതകൾ താണ്ടി വന്നു എന്ന് നമുക്ക് നേരിട്ടറിയാവുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ പ്രായം മനുഷ്യരെ കൊണ്ടെത്തിച്ച് നിർത്തുന്ന ചില പ്രത്യേക ഘട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുള്ളൂ. ഒറ്റ കാര്യം കൂടി എനിക്ക് പറഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ട് ഞാൻ നിർത്താം. ഞാൻ പന്തളം NSS കോളേജിൽ പഠിച്ച ആളാണ്. നമ്മളവിടെ പഠിക്കുന്ന സമയത്ത് SFIക്കാർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലൊന്ന് അനശ്വര ഭുവനേശ്വര ധീര സഖാവേ രാജേഷ് എന്നാണ്. 2 രക്തസാക്ഷികൾ ആ കോളേജിലുണ്ടായിട്ടുണ്ട്. ആ കോളേജിലെ തലമുറകളായിട്ട് പഠിച്ച മനുഷ്യർക്ക് മൊത്തം അറിയാം. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന ഭുവനേശ്വരനെ അന്ന് ഉണ്ടായിരുന്ന KSU, SFI, DSU, അന്ന് ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ പാർട്ടിയുടെ മുന്നണിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് കിളിക്കൂടൊക്കെയുള്ള ഒരു അകത്തളമുണ്ട് അവിടെ നിന്ന് നാരായണ കിളിക്കൂടൊക്കെയുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് എക്കണോമിക്സ് സ്റ്റാഫ് റൂമിൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തേക്ക് വരെ പോയിട്ട് അവിടെ നടന്ന സംഘർഷത്തിലും തുടർന്ന് തലക്കേറ്റ മർദ്ദനത്തിലുമാണ് ഇദ്ദേഹം മരിച്ചു എന്നുള്ള കാര്യം, ഭുവനേശ്വരൻ മരിച്ചു എന്നുള്ള കാര്യം. ഇന്ന് അതിനുശേഷം എത്രയോ വട്ടം അദ്ദേഹം MLA ആയി, ജില്ലാ കൗൺസിൽ അംഗമായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന കമ്മിറ്റിയിൽ 40 വർഷത്തോളം ഇരുന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ഏതോ ചില തെമ്മാടി പിള്ളേരായിരുന്നു കൊന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച മുഴുവൻ ആൾക്കാരോടും അദ്ദേഹം ചെയ്യുന്ന ഒരു നീതികേട് എന്നുള്ള രീതിയിൽ അതുണ്ട്. ഇത്രയും കാലത്തിന് ശേഷം അത് ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം തന്നെ നേരത്തെ ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പന്തളത്ത് പട്ടി ചത്താൽ രക്തസാക്ഷി മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുജൻ്റെ രക്തസാക്ഷിത്വത്തെ ആൾക്കാർ കളിയാക്കി എന്ന് പറഞ്ഞു. ഞാൻ പന്തളത്തെ അടുത്തുള്ള പ്രദേശക്കാരൻ, എൻ്റെ സ്ഥലം കൊഴുവല്ലൂർ എന്നാണ്, തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ്. എനിക്ക് പണ്ട് മുതലേ അറിയാം. 1965 ഇതേപോലെ ഒരു യുദ്ധത്തിൻ്റെ ക്ഷാമകാലത്ത് അവശ്യ വസ്തുക്കൾ വേണമെന്നും പറഞ്ഞ് പന്തളത്ത് സമരം നടത്തിയ ഭാനു, നാരായണപിള്ള,
പിന്നെ മറ്റ് 2 പേര്. ഈ 4 പേർക്ക് പോലീസ് വെടിവെപ്പിൽ പരിക്കേൽക്കുന്നു. ഭാനുവും നാരായണപിള്ളയും മരിക്കുന്നു. അതിൻ്റെ ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. പന്തളം രക്തസാക്ഷികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ പന്തളം രക്തസാക്ഷികളെ മോശമാക്കാനും അപഹസിക്കാനും വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ്സുകാരും അതിനുശേഷം RSSകാരും വിളിച്ച മുദ്രാവാക്യമാണിത്. ഈ ഭുവനേശ്വരനെ ആരും ഈ മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് ആ പ്രദേശത്തുകാരനായിട്ടുള്ള എനിക്കറിയില്ല. ഇങ്ങനെ 2 വസ്തുതാപരമായുള്ള പിഴവുകൾ കൂടി തിരുത്തിക്കൊണ്ട് ഞാൻ ആദ്യ റൗണ്ട് അവസാനിപ്പിക്കുന്നു. ഇതിൽ തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ മരിക്കുന്നത് വരെ പ്രവർത്തന നിരതരായിരിക്കേണ്ടവരാണ്. അവർക്കൊരു പ്രായം വെക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പ്രവർത്തനം നോക്കിയാണ് ആളുകൾക്ക് അവസരം കൊടുക്കേണ്ടത്, അല്ലാതെ പ്രായം നോക്കിയല്ല അവസരം കൊടുക്കേണ്ടത്. വളരെ കൃത്യമായി 2 കാര്യങ്ങൾ ഇന്ന് ജി സുധാകരൻ പറയുന്നുണ്ട്. ഇപ്പം പ്രവർത്തനം നോക്കി ആണെങ്കിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. കർക്കശക്കാരനായി ഒരു ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ ആ തരത്തിൽ വളരെ ഒരു പേടി സ്വപ്നം എന്ന നിലയിലൊക്കെ ഉള്ളൊരു മന്ത്രിയാണ്. ശുഭിത യൗവനമായിട്ട് എല്ലാ കാലത്തും നിന്നിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അവസരം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊക്കെ പുറത്തേക്ക് വരേണ്ട ബ്രാഞ്ചിൽ പ്രവർത്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് MLA മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അങ്ങനെ നിരന്തരമായി അദ്ദേഹം പറയുന്ന ഇത്തരം പരാതികൾ പാർട്ടി പരിഗണിക്കാതിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം 75 വയസ്സിനിടയ്ക്ക് ഇത്രയേറെ പരിഗണിക്കപ്പെട്ട ഒരാൾ CPM-ൽ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. 6 തവണ ഇപ്പോൾ തന്നെ മത്സരിച്ചു. അതിൽ 4 തവണ MLA. 4 തവണ MLA ആയെന്ന് വെച്ചാൽ 20 വർഷക്കാലം MLA ആയി. അതിൽ 10 വർഷക്കാലം മന്ത്രിയായിരുന്നു. ഇത് ചെറിയൊരു കാര്യമാണോ? അതായത് ആ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ, ആ പ്രവർത്തന മേഖലയിൽ 20 വർഷക്കാലം MLA-യും 10 വർഷക്കാലം മന്ത്രിയുമായിരുന്നു. അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു? അതിനു മുമ്പ് മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അതിനൊപ്പം തന്നെ പാർട്ടി അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വിവിധ ചുമതലകൾ വഹിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത്രയേറെ പരിഗണിച്ച ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രത്തോളം ആലപ്പുഴയിൽ പരിഗണിക്കപ്പെട്ട ഒരാളാണ് പറയുന്നത് എന്നെ പാർട്ടി അർഹിച്ച പോലെ പരിഗണിച്ചില്ല, എന്നെ അവഗണിക്കുകയാണ് എന്നുള്ളത്. ആ ഒരു വാക്ക് പറഞ്ഞ് സുധാകരൻ ഈ പാർട്ടി വിട്ടിറങ്ങി പോകരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് സുചന്ദ്രൻ സൂചിപ്പിച്ചുള്ള തന്നെ ഇതിൻ്റെ അകത്തൊരു ഈഗോ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. SFIക്കാർ DYFIക്കാരൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നു, എന്നെ ബഹുമാനിക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ CPM-ഉമായിട്ട് അവഗണനയുടെ ഒരു കാര്യമോ അങ്ങനെയാണെങ്കിൽ വേറെ എത്ര നേതാക്കൾക്ക് പറയാം? ഇതിലും കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കളുണ്ടല്ലോ. എപ്പോഴും ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് അദ്ദേഹത്തിന് തണലായി നിന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ രക്തസാക്ഷിത്വം തന്നെയാണ്. ആ ഒരു ചോരയിൽ കൂടെ തന്നെ വളർന്നു വന്നൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആ പാർട്ടി അദ്ദേഹത്തിന് ആ രീതിയിലൊക്കെ പരിഗണന നൽകിയിട്ടുണ്ട്. ആ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും പാർട്ടി അദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരാനും അദ്ദേഹത്തെ ഒരുമിച്ച് നിർത്താനും ഒക്കെ തുണയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നു വന്നു. ആലപ്പുഴയിൽ അദ്ദേഹം CPM-ൻ്റെ സജീവമായി CPM-നെ വളർത്തുന്നതിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ച നേതാവൊക്കെ തന്നെയാണ്. പക്ഷെ അപ്പോഴും തനിക്ക് പിന്നാലെ വരേണ്ട ആളുകൾ ഇന്ന ആളുകളല്ല എന്ന് തീരുമാനിക്കുക, അങ്ങനെ വ്യക്തിപരമായ കുറേ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പം H. സലാം മത്സരിക്കുന്നതിൽ വലിയ എതിർപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർട്ടി റിപ്പോർട്ട് പ്രകാരം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം വന്നു. അങ്ങനെ താൻ മാറിയാൽ ആര് വരണം, അല്ലെങ്കിൽ ഇന്നയാൾ മത്സരിച്ച് അവിടെ വിജയിക്കാൻ പാടില്ല, താൻ തന്നെ ആയിരിക്കണം അവിടെ വിജയിച്ച് വരേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾക്കും മറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിലൊരു ചെറിയ ചോദ്യം കൂടെ. ഇപ്പോൾ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു, അടുത്ത തവണ മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് മത്സരിച്ചുകൂടെ എന്ന് ജി സുധാകരൻ തോന്നുന്നതിൽ തെറ്റുണ്ടാവുമോ? അങ്ങനെ തെറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെ തോന്നുന്നതിന് തെറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ പല ഘട്ടത്തിൽ അത്തരത്തിലുള്ള തിരുത്തലുകളും മറ്റും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ VS-ൻ്റെ കേസ് തന്നെ എന്തായിരുന്നു? VS-ൻ്റെ കേസിലും പാർട്ടി എടുത്ത തീരുമാനം ചില ഘട്ടങ്ങളിൽ മാറ്റത്തിന് വന്നിട്ടുണ്ട്. ചില ആളുകൾക്ക് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, ടേം വ്യവസ്ഥകളിലടക്കം. അതൊരു സംവിധാനത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഒഴിവാണ്. അത് ജി സുധാകരന് അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടത്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-നെ നയിക്കുന്ന, LDF-നെ നയിക്കുന്ന ഒരാൾ, ഈ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്നൊരാൾ, അയാൾ ഈ ടേം വ്യവസ്ഥ പറഞ്ഞോ അല്ലെങ്കിൽ പ്രായം പറഞ്ഞോ മാത്രം മാറ്റി നിർത്തേണ്ടതാണ്. അതെല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ
കൃത്യമായിട്ട് മറുപടി ഉണ്ടാവും. സംഘടനാപരമായിട്ട് എടുക്കുന്ന ഒരു വി എസ് അച്യുതാനന്ദൻ ഏത് പ്രായത്തിലാണ് എന്നുള്ള ചോദ്യം തിരിച്ച് ചോദിക്കേണ്ടി വരും. അത് തന്നെ സുചന്ദ്രന്റെ അടുത്തുണ്ടാവും. വി എസിന്റെ കാര്യം പറഞ്ഞാലേ ഈ വി എസിന്റെ ഗൗരിയമ്മയുടെയും ഒക്കെ കാലത്ത് പിന്നെ ജില്ലാ കൗൺസിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഗൗരിയമ്മ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം തന്നെ ജില്ലാ കൗൺസിലായിരുന്നു. ജി സുധാകരനെ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആക്കുന്ന സമയത്ത് അതിനെതിരെ കലാപം ഉണ്ടാക്കിക്കൊണ്ട് UDF ഉണ്ടാക്കിയ ഓൾ പാർട്ടി സംവിധാനത്തിന്റെ ജില്ലാ കൗൺസിലിന് തുല്യമായ അന്ന് UDF ഭരിക്കുന്ന കാലമാണല്ലോ, അതിൻ്റെ അധ്യക്ഷ സ്ഥാനം എടുക്കുന്നതിനാണ് ഗൗരിയമ്മ പുറത്താകുന്നത്. വി എസിൻ്റെ കാലത്ത് വി എസിനെതിരായിട്ടുള്ള ഗ്രൂപ്പിസം പടം നയിക്കുന്നതിൽ ഒരു സമയത്ത് വലിയ പങ്ക് വഹിച്ച ആളാണ് ജി സുധാകരൻ. അപ്പോൾ ഈ ഒഴിവാക്കി നിർത്തലും മാറ്റി നിർത്തലും അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഈ തരം ഏർപ്പാടുകളൊന്നും ഒരു വൺ സൈഡഡ് അല്ല എന്നും മറ്റു പലരെയും വെട്ടിയിട്ടുള്ള ആൾ കൂടിയാണ്. അതെ അതെ, ഞാനിപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അടുത്ത ഘട്ടത്തിൽ പറയുമ്പോൾ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അമ്പലപ്പുഴയിൽ ഒരു ബേസ് ഉള്ള നേതാവാണ്, അതോടൊപ്പം തന്നെ UDFന്റെ പിന്തുണ കൂടി കിട്ടും. അത് ആ വോട്ടൊക്കെ അതിൽ കൃത്യമായി ബ്ലെൻഡ് ആവും എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു മത്സരം എന്ന നിലയിലേക്ക് വരും. അതിൽ തന്നെ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം, VD സതീശൻ പറഞ്ഞ ഒരു വിസ്മയം എന്ന നിലയിൽ പറയാവുന്ന ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ട് കൂടിയുണ്ട്. VD സതീശന്റെ വിസ്മയ പ്രഖ്യാപനമായിട്ട് ഇതിന് പങ്കൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, അമ്പലപ്പുഴയിൽ ഡെഫിനറ്റ് ആയിട്ടും വലിയ തരത്തിലുള്ള പ്രവചനാതീതമായ ഒരു പരിസരത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ കൊണ്ടെത്തിക്കും. കാര്യം അവസാനം 2016 ഇദ്ദേഹം മത്സരിച്ച 22,000 ചില്ലറ വോട്ടിനാണ് സുധാകരൻ ജയിക്കുന്നത്. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ എച്ച് സലാമിനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എച്ച് സലാം മത്സരിക്കുന്ന സമയത്ത് അനൂപ് ആന്റണി, എം ലിജു ആയിരുന്നു ഓപ്പോസിറ്റുള്ള സ്ഥാനാർത്ഥികൾ. അനൂപ് ആന്റണി BJP വന്ന് ചാടിയ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ അദ്ദേഹം 22,000-ഓളം വോട്ട് പിടിക്കുന്നുണ്ട്. എച്ച് സലാം 11,000 ചില്ലറ വോട്ടിനാണ് അതിനുശേഷം അവിടുന്ന് ജയിക്കുന്നത്. അതിനുശേഷം സംഭവിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ അല്ലേ. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് എൻ്റെ കണക്കുണ്ടായിരുന്നു, ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ സാഹചര്യം അപ്പാടെ മാറുകയാണ്. 14,555 വോട്ടിൻ്റെ ലീഡ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ AM ആരിഫിന് മീതെ KC വേണുഗോപാലൻ നേടുന്നുണ്ട്. അത് ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കരുതാം. പക്ഷേ ഈ തൊട്ട് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 44,178, LDF 48,860 വോട്ട് പിടിച്ചു. 4,682 വോട്ടിൻ്റെ ലീഡിലേക്ക് അവിടുത്തെ LDFന്റെ ലീഡ് മെലിയുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് ജി സുധാകരൻ മത്സരിക്കാൻ ചെല്ലുന്നത്. ജി സുധാകരൻ പാർട്ടിക്ക് ഏറെക്കാലമായി സംഘടനയ്ക്കുള്ളിൽ അനഭിമതനാണെങ്കിലും അണികൾക്കിടയിലും ബഹുജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട്. പിന്നെ UDFന്റെ പിന്തുണയും കൂടിയൊക്കെ വരുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പ്രവചനാതീതമായ സാഹചര്യം ഉണ്ടാവാം. പിന്നെ നമുക്കുള്ള ഒരു വിഷമം, സ്വന്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എം ലിജുവിന് സ്ഥാനാർത്ഥിത്വം ഇല്ലാതാകും എന്നുള്ളതാണ് പ്രശ്നമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ വോക്സ് പോപ്പ്, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ റഹീമാണ് പ്രതികരണം എടുത്തു കഴിഞ്ഞ സമയത്ത് അവിടെ സുധാകരനോട് ഭയങ്കര അനുഭാവപൂർവ്വം സംസാരിക്കുന്ന ആളുകളുണ്ട്. കാരണം അത്രയും കാലമായ ആ നാട്ടിലുള്ള ആളെന്ന നിലക്ക് ആ നേതാവിനോടുള്ളൊരു സ്നേഹവും ബഹുമാനവും ആളുകൾക്കുണ്ട്. അത് വോട്ടായി മാറും എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. സംശുദ്ധ വ്യക്തിത്വമാണല്ലോ പിടിവാശികളും കാര്യങ്ങളും. CPM അത്യാവശ്യം ഒരു വിഭാഗിതയ്ക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ. നമ്മളത് അത്യാവശ്യത്തിൽ കൂടുതൽ. അതെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സുധാകരനും വേറൊരു തരത്തിൽ ഗുണം ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പിസം നമ്മളില്ലാത്തൊരു ജില്ലയാണോ എന്ന് DYFI നേതാക്കളൊക്കെ രണ്ട് പാർട്ടിയിലും. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു ജില്ല കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഏത് തരത്തിൽ ഗുണം ചെയ്യാം എന്നുള്ളത് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാനും വിചാരിക്കുന്നത് അമ്പലപ്പുഴ ഒരു നമുക്ക് ഒരു ഘട്ടത്തിലും പ്രവചിക്കാൻ പറ്റാത്തൊരു മണ്ഡലമായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ആണെങ്കിലും അല്ലെങ്കിലും ഓക്കെ അല്ല, ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ ഈ സുധാകരൻ്റെ കാര്യം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു LDF എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങളുടെ പ്രചാരണമൊക്കെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അത് മാറുമായിരിക്കും. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം അത് ജി സുധാകരൻ്റെ ഒരു മാറ്റം ഉണ്ടാക്കിയൊരു ഇത് അപ്പോൾ തന്നെ VD സതീശൻ വിളിക്കുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടാകുന്നു. UDFന്റെ പിന്തുണയോട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഇവിടെ CC മുകുന്ദൻ UDFന് അതിൽ അവിടെയും അങ്ങനെ ഒരു കാര്യം നടക്കുന്നു. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് UDFന് ഈ സമയത്ത് വന്ന് നിൽക്കാൻ കഴിഞ്ഞു. അതിൽ UDF എത്രത്തോളം അതിൽ പ്രയത്നിച്ചു എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അപ്പോൾ പോലും അതിനൊരു UDFന് അനുകൂലമായ തരത്തിലേക്കൊരു നീക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലേ? തീർച്ചയായും. കാരണം പൊതുവേ ഇന്നത്തെ ചർച്ച മുഴുവൻ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു CPM വിരുദ്ധ കണ്ടന്റിന്റെ ദിവസമാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വാർത്തയാകേണ്ടിരുന്നത് വെള്ളാപ്പള്ളിക്ക് വെച്ചത് കൊണ്ടുപോയി. അതെ, LDFന് തിരിച്ചടിക്കുകയും UDFന് ഒരു മേൽക്കൈ ഉണ്ടാകുകയും ചെയ്തൊരു വാർത്താ ദിനം എന്ന രീതിയിൽ ഇന്നത്തെ ചർച്ച. തീർച്ചയായും. അപ്പോൾ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വോട്ടും കെട്ടലിലെ ഇന്നത്തെ ഈ വിഷയവും നമ്മുടെ ഇന്നത്തെ സമയവും അവസാനിക്കുന്നതിന്